ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പോൾ ഞാനിന്ന് പുറത്തേക്ക് വന്നേക്കാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരവായതുകൊണ്ടാണ് എൻ്റെ കോലം കുറച്ച് മോശമാണ്. അവർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ ഇങ്ങ് പോരുമായിരുന്നു. നന്നായി വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. 1 മണി കഴിഞ്ഞു, ഇപ്പോൾ 1:30 ആകുന്നു. അപ്പം നമ്മളെന്നാൽ ഭക്ഷണം കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറുകയാണ്. അപ്പോൾ ഒരു കട നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച കട. ലാ ലാറ്റിന റെസ്റ്റോറൻറ്റിൽ വായിക്കാൻ പറ്റുള്ള ഗൈസ്. ബെസ്റ്റൗറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ വേറെ ഏതോ ഭാഷയിലുള്ളതായിരിക്കണം. എ ടേസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്കൻ ലാറ്റിൻ ഫ്ലേവർ ആണ് ഇവർ പറഞ്ഞേക്കണം കേട്ടോ. സംഭവം എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ്. സോ ഇതാണ് ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിന്ന് ആംബിയൻസ് ഒക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വാഴയൊക്കെ ഉണ്ട്, വാഴയും തെങ്ങയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുറച്ച് റിസംബ്ലൻസ് എനിക്ക് തോന്നി. അതുമാത്രമല്ല ഇതിൻ്റെ സംഭവം എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ എന്നാ ബനാനയുടെ ചേർത്തിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. അതിൻ്റെ ആംബിയൻസൊക്കെ. ആനയൊക്കെ ഉണ്ട് കേട്ടോ. ലാറ്റിൻ അമേരിക്കയിൽ ആനയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആന, പൂച്ച, തത്തമ്മയാണെന്ന് തോന്നുന്നു ഏറ്റവും മുകളിലുള്ള ആൾ. എല്ലാവരും ഉണ്ട്. അതിൻ്റെ ആംബിയൻസൊക്കെ നന്നായിട്ടുണ്ട്. ഓരോരോ കുക്കിങ്ങാണ്. സോ ഇപ്പം നമ്മൾ ഡ്രിങ്കൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മാംഗോയൊക്കെ അവരുണ്ടാക്കുന്നത്. സോ ഇതാണ് പ്യൂർ ജിം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പ്യൂർ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാം. ഇവരിവിടെ ഇരിക്കുകയാണ്. ഇവർ ഭയങ്കരമായ ഡിസ്കഷനിലാണ്. കണ്ണാടി വെച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഐ എം പ്രൊട്ടക്ഷൻ. ഒരു സാധനം കണ്ട് ഇതണ്ട. സോ എനിക്കതിനെ ഇഷ്ടപ്പെട്ട്. നല്ല ഇത് ഗോത്രവർഗത്തിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ പറയണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ജ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത മാംഗോ ആണ്. എനിക്ക് മാംഗോ ആണ് ഫേവറേറ്റ്. പിന്നെ ഇവൾക്ക് ബ്ലാക്ക് കറണ്ട് വേണമെന്ന് പറഞ്ഞു. സോ ഇവൾക്ക് ബ്ലാക്ക് കറണ്ട് വാങ്ങിച്ച്. ഇവർക്ക് രണ്ടാൾക്കും സ്ട്രോബെറി ലെമനേഡ് ആണ് വേണ്ടത്. സോ സ്ട്രോബെറി ലെമനേഡ്. അപ്പം ഇതാണ് കേട്ടോ പുള്ളിക്കാരത്തിയുടെ ഫ്രണ്ട് കാണാനായിട്ട് വന്നേ. അപ്പം നമ്മൾ എല്ലാവർക്കും വാങ്ങിച്ച് ഗായ്സ്. സോ നമ്മുടെ ഫുഡ് വന്ന് ഗായ്സ്. അപ്പം ഫുഡ് ലൈക്ക് ഇത് എംപാനാഡ എന്നാണ് പറയണേന്ന് കേട്ടോ. എംപാനാഡ. ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിച്ചത്. സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ വേർഡാണത്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേനും മാറ്റം വന്നിട്ടുണ്ടാവും. സോ അതിൻ്റെ കൂടെ നമുക്ക് 2 സോസ് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് സ്പൈസി അല്ല എന്നാണ്. പിന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് 2 സോസ് നമുക്ക് തന്നു. ദിസ് ഇസ് മൈൽഡ് ചില്ലി സോസ് ആണ്. മറ്റേ സാധനം കുറച്ച് ഹോട്ട് ചില്ലി സോസാണ്. സോ ഇത് നമുക്കൊരു കോംബോ ആണ് നമ്മളെടുത്തത്. അപ്പോൾ അതിനകത്ത് എംപാനാഡ വന്നപ്പം ലൈക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഉണ്ടായിരുന്നു. സോ നമ്മൾ പോയത് 1 ചിക്കൻ ആൻഡ് 1 ബീഫാണ്. സോ 1 ഈച്ച് നമുക്ക് കിട്ടി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗായ്സ്. യുദ്ധം ചെയ്യുകയാണ്. ആ എംപാനാഡയായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ കാണുന്നത്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ 2 പേര് ചേർന്ന് അതിനെ തേജാവധം ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്നത്. നിനക്ക് സാധിക്കും നിനക്ക്. I said she can in Malayalam. ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. I'll translate everything for you. So I don't want to be yeah, okay. Then finally you will learn Malayalam and you will get a Mallu boyfriend. If you wish. Maybe we can exchange. No, she don't have any. So this is like, cut ചെയ്ത് കുറച്ചെടുത്ത്. Still they are struggling to cut that, Okay. അപ്പോൾ ഞാൻ മൈൽഡ് സോസ് കുറച്ചൊന്ന് ഒഴിച്ച് വെക്കാം. Okay. In hot sauce as well. പിന്നെ ഹോട്ട് സോസിന് ഒഴിക്കുകയാണേ. ഇത് നമ്മുടെ ഉള്ളിക്കറി അല്ലേ? ആൻഡ് പിന്നെ വേറൊരു സോസും കൂടെ ഇവിടെ കച്ചോരി ഉണ്ട്. കച്ചോരി പോലെ ഇരിക്കുന്നുള്ളൂ ഇത്. ഉള്ളിക്കറി. സാധാ ഉള്ളിക്കറി. സോസ് as well. So I'm going to try everything at once. Nice. സോസ് അല്ല, ഒരു മയോ സോസിനെ പോലെ തോന്നും. ഇതിൻ്റെ കൂടെ എൻ്റെ കൈ വരുന്നുണ്ട്. ഇവരുടെ സ്പൈസി ഞാനൊന്ന് ചെക്ക് ചെയ്തു.
Spicy? നല്ല ടേസ്റ്റിംഗ് ഉണ്ട്. ആ സോസിൻ്റെ നല്ല ഇതാണ് നല്ലത്. ആണെന്ന് തോന്നുന്നു. This one is nice. ഗ്രീൻ സോസ് ഇസ് നൈസ്. ഞാൻ ഇനി അടുത്തത് ട്രൈ ചെയ്യാൻ പോവാണേ. ചിക്കനാണ്. എംപനാഡ ചിക്കൻ മുറിക്കാൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. ബീഫ് കുറച്ച് കട്ട് ചെയ്യായിരുന്നു, പക്ഷേ ചിക്കൻ ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ച് 4 എടുത്ത് ഞാൻ സൂപ്പറായിട്ട് പെട്ടെന്ന് അങ്ങ് മുറിച്ചങ്ങ് എടുത്ത്. അത് മുറിച്ചെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്തതല്ലേ, ഞാൻ പെട്ടെന്ന് മുറിച്ചില്ലേ. ഭയങ്കര സന്തോഷം. ഇഷ്ടാട്ടോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇതിന്. ഇത് കാണാൻ നല്ല ഒരു സ്പെഷ്യൽ ക്യൂസിൻ ട്രൈ ചെയ്യുന്നതിന് ഒരു വിയേർഡ് ഫീലിംഗ് ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ടേസ്റ്റ് നൈസ്. യാ യു എൻജോയ് ഇറ്റ്. യാ എന്നാ ഇവരെടുക്കുന്ന ഗൈസ്, ഇതിൻ്റെ പേര് നോക്കാൻ പോയി ഞാൻ ആരായി ശശി എന്താ നോക്കിയാണ് 2 സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. സോ ഇതിന് പറയുന്ന ഒന്ന് അവറിപ്പ ആൻഡ് വൺ ഇസ് ടോസ്റ്റോൺസ്. ഇത് രണ്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. Only the decoration is different. This different. This one same. This one same. Do you like it? Yeah, tastes nice. Yeah. The decoration is different. Do you like it? Yeah. Chichi, do you like Chichi? Have in charge. Yeah. ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ്. അരിപ്പയല്ല, മറ്റേ ടെസ്റ്റോസ്റ്റെറോൺ. അരിപ്പയല്ല, സീവർ എന്ന്. അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു സോസ് വന്നിട്ടുണ്ട്. അവക്കാഡോയാണത്. ഞാൻ വെച്ച് പിസ്താച്ചിയോ ആണത്. ഗ്രീൻ കളർ സാധനം മീൻസ് അവക്കാഡോ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ബീഫിനെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. Beef tastes nice. I like it. How do I say not nice? Everything is nice. Not nice. Yeah. Delicious. Yeah, it is. It is. I like it. ഇനിയാണ് എൻ്റെ ഈ സാധനം ഞാൻ ട്രൈ ചെയ്യാൻ പോകണം. അത് അടിപൊളിയാണ്. Just like wow. If she present like this, every restaurant will call because she's only saying nice, delicious. I like it. I just wanted to try with the sauce. That is your good. White sauce. I don't know what sauce is that. And this sauce as well. നമ്മുടെ നാട്ടിലെ ബനാനയാണ് ഇത്. അതിന് അവർ പഴുത്ത ബനാന അല്ല, അല്ലാത്ത ബനാനയാണ്. Plantain. വൈറ്റ് എന്ന് പറയുന്നത് കേർഡ്, തൈരിൻ്റെ പോലെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി. ചിക്കൻ ഈസ് ഓൾസോ ടേസ്റ്റ് നൈസ്. എനിക്ക് ഇതിൽ ഏത് ഫേവറേറ്റ് എന്ന് വെച്ചാൽ എല്ലാം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. എൻ്റെ ഫേവറേറ്റ് ദിസ് വൺ. ഇപ്പം ഇവളാണ് ഇതിനെ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇത് അരിപ്പയാണ്, അരിപ്പ. നമ്മുടെ പത്തിരി കറക്റ്റ് ചേച്ചി പറഞ്ഞു. ഇത് നമ്മുടെ പത്തിരി. പത്തിരി, ഉള്ളിക്കറി, ചിക്കൻ കറി, ബീഫ്, അരിപ്പ. അരിപ്പ. വേറെന്തൊക്കെയാണ് വേണ്ടത്? ചേച്ചി, give her the plate. She is ready to serve. Well done you. അരിപ്പയാണ് ഇനി അടുത്തായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. അരിപ്പ. Okay, അരിപ്പ. Yeah. Cheese, right? Potato. Potato starch, maybe potato starchum ചീസും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണ്. Love it. നമ്മളിതൊന്നും വന്ന് ട്രൈ ചെയ്യാത്തോണ്ടല്ലേ നമ്മളെപ്പോഴും നമ്മുടെ ക്യൂസിൻ ആണ്. എല്ലാ പേരും വേറെ ക്യൂസിൻസ് ട്രൈ ചെയ്യണം. Love it. ബനാനയെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തേക്കും. നമ്മളെ ചിപ്സിന്റെ
അവരെങ്ങനെയോ ചമ്മന്തിയാക്കി. നമ്മള് ഇതില്ലേ പഴംപൊരി, അത് ഒന്ന് ഇതാക്കിയിട്ട് Like we have the similar dish like plantain, we call banana. No, like this is not a class anymore. You know, they I think it's similar thing, but they cook in a different way. We call the small chips. You know, have you ever had any chips like banana chips? banana chips. Yep. Do you like it? Yeah, this is similar thing, right? Tastes similar. Banana chips are Yeah. Banana like if it is sweet banana chips and like grape one also. we have similar to this one, but from ക്ലാസ് എടുക്കുമായിരുന്നു. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഓക്കെ നമുക്കിന്ന് പോയേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് അവർ 2 പുഡിംഗ് കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ അത് പുഡിംഗ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പുഡിംഗ് കഴിക്കാം. നമ്മുടെ പുഡിങ്സ് വന്നു. ഇത് കോഫി പുഡിംഗ് ആണ്. ഇനി വേറെ പേരൊക്കെ ഉണ്ട്, നമുക്ക് അതിനെ അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോഫി പുഡിംഗ്, റിച്ച് കോഫി പുഡിംഗ്. ആൻഡ് ദിസ് ഇസ് എ കൈൻഡ് ഓഫ് പനാക്കോട്ടേൻ്റെ പോലത്തെ സാധനമാണ്. ഇതും കോഫി റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. സോ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അറ്റാക്ക് ഗൈസ്, അറ്റാക്ക്. അതിൻ്റെ ഇടയിൽ ഒരു അമ്മയും മോളും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗെറ്റ് നല്ലതാണോ ചേച്ചി? ആ നല്ലതാന്ന് പറയുന്നുണ്ട്. നല്ല കോഫീൻ്റെ ഫ്ലേവറാണ്, നന്നായിട്ട് കോഫീൻ്റെ ഫ്ലേവർ ഉണ്ട്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ പാത്രം നക്കി മേടിച്ചു. സൂപ്പറായിരുന്നു, പൊള്ളിയായിരുന്നു ഗൈസ്, പൊള്ളി നക്കി മേടിച്ചു, പൊള്ളിയായിരുന്നു. പിന്നെ പനാക്കോട്ടയുടെ കുഞ്ഞമ്മയുടെ മോൻ. അവളാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണത്. അവൾക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കോഫി പുഡിംഗ് ആണ്. ഇതിന് ഇഷ്ടമായി, പക്ഷെ കോഫി പുഡിംഗ് കുറച്ചും കൂടി നന്നായുള്ളത് എന്നാണ് പറഞ്ഞത്. എല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് കോഫി പുഡിംഗ് ആണ്. പക്ഷേ എനിക്ക് രണ്ടിനെയും ഒരേപോലെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു രണ്ടും. പാൽപ്പായസത്തിൻ്റെ അകത്ത് കാരമലൈസ് ചെയ്ത് ചേർത്ത ഒരു പഞ്ചസാരയുടെ ഫ്ലേവർ എന്നാണ് അശ്വതി പറയുന്നത്. അതിന് അങ്ങനത്തെ ഫ്ലേവറാണ് ഉള്ളത് എന്ന്. റൈസ് പുഡിംഗ് പ്ലസ് മിഠായി ഫ്ലേവർ, കാരമൽ, റൈസ് പുഡിംഗ്, 2 more sugar. നമ്മളാണെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ മിഠായി മിൽക്ക് മെയ്ഡ് അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തരാം ഇത് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അയ്യോ, ഇവർക്കെല്ലാം മറ്റേ കോഫീൻ്റെയാണ് ഇഷ്ടം, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡ് സൂപ്പറായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. എല്ലാവരുടെ അടുത്തും പറയും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ നാട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്താണല്ലോ ഇഷ്ടപ്പെടും. സൂപ്പറായിരുന്നു, സൂപ്പറാട്ടോ. അന്നേരം അതിൻ്റെ കൂടെ ഡെസേർട്ടും കൂടെ വന്നിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഫില്ലായി. ഇത് 2 പേർക്കുള്ള മീലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ 4 ആൾ കഴിച്ചു. പക്ഷേ എന്നിട്ടും അത് ബാക്കി ഉണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എവറിത്തിങ് സൂപ്പർ. ഇഷ്ടമുള്ളവർ വന്ന് കഴിക്കാം. കേംബ്രിഡ്ജിലാണേ.